Good morning, sir. Yes, good morning. Good morning. Yes, Jerusha, good morning. Good morning, sir. Prayer. Yes, very good, Amrita. Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamond, and nothing I desire compares with you, and nothing I desire compares with you. Good morning, all. Thank you. Okay, Amrita, very good, very good. Sir, silent then. പറഞ്ഞോളൂ, Jerusha. Good morning, sir, and good morning, my dear friends. I warmly welcome you all to today's session. Today is July 28th, and it's a special day, National Saucer Day. This day celebrates the world's most loved sport saucer, which teaches us teamwork, passion, discipline, and unity. Just like saucer brings players together to aim for a goal, let us also work together today with the same spirit of teamwork and energy. Thank you. Okay, very good, very good, very good, Jerusha. Yes, Good morning, sir. Good yes. morning. Very good. Today's thought: teachers open the door, but you must enter by yourself. Once again, teachers open the door, but you must enter by yourself. അധ്യാപകര് നമുക്ക് വാതിൽ തുറന്നു തരിക മാത്രമേ ചെയ്യുള്ളൂ. അതിന്റെ അകത്തേക്ക് കടക്കുക എന്നുള്ളത് നമ്മുടെ കഴിവും നമ്മുടെ ധർമ്മവുമാണ്. ഓക്കെ, എവരി വൺ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഹാവ് എ നൈസ് ഡേ. Okay, very good, Rija. Very good, Rija. Yes. Okay, ആരംഭിക്കാം. Okay, ചെറിയ എന്താ പറയാ തൊണ്ടുവേദന കൊള്ളതിന്റെ പേരിൽ സൗണ്ടൊക്കെ പ്രത്യേകം മോഡലായിക്കോട്ടെ. ഇന്നത്തെ ദിവസം ക്ഷമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ഹാബിച്വൽ ആക്ഷൻ ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ രണ്ടാമത്തെ ടെൻസിലേക്ക് കിടക്കുകയാണ്. ഹെഡിങ് നിൽക്കും സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. യെസ്, അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ ആയിരിക്കും സബ്ജക്റ്റ് പ്ലസ് എസ് പ്ലസ് വി. വി എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഷോർട്ട് ഫോം ആണ് വി. എസ് പ്ലസ് വി. അതിന്റെ വിയുടെ ബ്രാക്കറ്റിൽ ഇരിക്കും പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വെർബ്, ആ വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിലുള്ളതായിരിക്കും. സിമ്പിൾ പാസ്റ്റ് കാണിക്കുന്നത് കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്, ഓൾറെഡി ഹാപ്പൻഡ്, സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എല്ലാ സംഭവിച്ച കാര്യങ്ങളെയും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ പറയാം ഐ പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ.
ഞാൻ എൻ്റെ പരീക്ഷ പാസ്സായി. ഐ പാസ്ഡ് മൈ ഡിഗ്രി എക്സാമിനേഷൻ. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ, അതായത് 10:36 വരെ നടന്ന സംഭവങ്ങൾ നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ പറയാം. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഗെറ്റ് അപ്പിന്റെ പാസേഴ്സാണ് ഗോട്ട് അപ്പ്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. യെസ്, കറക്റ്റ് ആണ്. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് ചായ കുടിച്ചു. Then I checked the emails ഒക്കെ നോക്കി. I read the newspaper. I cooked breakfast for the family. I sent my children to school. Finally, I am attending the online class. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ നിങ്ങൾ അറ്റൻഡ് ചെയ്തൊരു ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ച് പറയാം. കഴിഞ്ഞു പോയതല്ലേ? Last week I attended a birthday function. Attend in the process attended birthday function. We reached there at 7 o'clock. The birthday boy or birthday girl cut the cake and gave me a piece. I gave the girl a beautiful present. Yes, the girl was very happy. I could be very happy. Then I took food from there. Finally, at 9 o'clock, we returned to. Yes. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ ഇന്നലെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസ് നമുക്കറിയാലോ. ഗോ, വെന്റ്, ഗോൺ. അപ്പൊ വെന്റ് അല്ല, അത് പാസ്റ്റ് ടെൻസ്. ഗോ, വെന്റ്, ഗോണിലെ വെന്റ്. ടേക്ക്, ടുക്ക്, ടേക്കല്ല ടുക്ക്. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്. എല്ലാ പാസ്റ്റ് ടെൻസും ഉപയോഗിക്കും. യെസ്. അപ്പൊ റഷീദ സിമ്പിൾ പാസ്റ്റ് ഫോമിന്റെ എക്സാമ്പിൾ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു? യെസ്. ദേവേശ് പറഞ്ഞു. Yesterday I gone market. യെസ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, പറയാമോ? I gone on ആണോ? Gone. അല്ല, ചെറിയൊരു മിസ്റ്റേക്ക്. ഗോൺ എന്ന് പറയുമ്പോൾ ഏതാ ടെൻസ്? I go to market. പോയി. അതിന് 3 ടെൻസ് പറഞ്ഞു. ഗോ എന്ന് പറയുന്ന 3 ടെൻസ് പറഞ്ഞു. Go, went ആയിരുന്നു സർ. ശരി. അല്ല, വെന്റാണ് വരുന്നത്. ശരിയായിട്ട് പറഞ്ഞു. ആദ്യം പറഞ്ഞ കറക്റ്റ് ആണ്. അത് വെന്റ് വെച്ച് പറയും. Yesterday I had went on market. Had ഒന്നും വേണ്ടതേ, വെറുതെ ഫസ്റ്റ്. I went to market. Yesterday I went to market. Okay. ശ്രുതി പറയും. ശ്രുതി, ഒരു സിമ്പിൾ പാസ്റ്റ് എക്സാമ്പിൾ. സബ്ജക്ട് വേണം, വെർബിന്റെ പാസ്റ്റ് ടെൻസ് വേണം. ഇന്നലെ ചെയ്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി. I prayed at morning. I prayed എന്നാണ് ഉദ്ദേശിച്ചത്. I prayed. P-R-A-Y-E-D. I prayed to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓക്കെ. ജെറൂഷ പറയും. Yes, sir. പറഞ്ഞോളൂ. സിമ്പിൾ പാസ്റ്റ്. Okay, sir. We went to the park last weekend. ഓക്കെ. വെന്റ് നേരത്തെ ദേവേശ് പറഞ്ഞുതരാം. വേറൊന്നും മാറ്റി പിടിച്ച് വേറൊരു അർത്ഥം പറഞ്ഞു. വേറൊരു വെർബൊന്നും മാറ്റി പിടിച്ച് വേറെ ഏതൊരു പാസ്റ്റ് ഇഷ്ടം പോലെ എടുക്കല്ലേ? എല്ലാം ഇതൊന്നും എടുത്താൽ പോലെ. യെസ്. ജെറൂഷ ആലോചിക്കും. റഷീദ പറയും. റഷീദ ഫാത്തിമ. യെസ്. ഇനി അടുത്ത പ്രതീക്ഷയുള്ള റഷീദ വന്നു. പറഞ്ഞോളൂ റഷീദ. ശരിയാകുമെന്ന് അറിയത്തില്ല. പറഞ്ഞോളൂ. Yesterday
Yesterday I am പറഞ്ഞോളൂ. yesterday I am my kids എന്താണ് റഷീദ് ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ച തൊട്ടടുത്തുള്ള കുട്ടികളെ ഇന്നലെ ഞാൻ പാട്ട് പഠിപ്പിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. അതെ. അപ്പൊ ആ ഞാൻ പഠിപ്പിച്ചു അത് പറയും. ഞാൻ പഠിപ്പിച്ചു. പഠിപ്പിച്ചു എന്താ ഇംഗ്ലീഷ്? ടീച്ചിങ്. ടീച്ചർ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് വേണം. എന്താണ് ടീച്ചറിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ടോട്ട് ആണ്. THAUGH ടോട്ട്. I taught. അപ്പൊ ഞാൻ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? സോങ്. ആരെ പഠിപ്പിച്ചു? നൈബർ അയലൊക്കത്തെ കുട്ടികളെ എന്ന് പറയുന്നത് നെയ്ബർ കിഡ്സ് അങ്ങനെയാണ്. നിയർ ബൈ കിഡ്സ്, അടുത്തുള്ള കുട്ടികളെ. ഓക്കെ ഞാൻ മുഴുവൻ പറഞ്ഞേ. യെസ്റ്റർഡേ ഐ ആം വേണ്ട. യെസ്റ്റർഡേ ഐ taught my neighbor kids song. അപ്പൊ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് മൂന്നാമത് തന്നെ. യെസ്റ്റർഡേ ഐ ടോട്ട് സോങ്സ് ടു മൈ നെയ്ബർ കിഡ്സ്. ഓക്കെ, ശരിയാണ്. തെറ്റണ്ട എന്ന് പറഞ്ഞാൽ മതി. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇത് മറക്കരുത്. ഓക്കെ റീജ പറഞ്ഞു. I finished my breakfast. കറക്റ്റ്. ഐ ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി I completed my household works. yes, I completed my household work. Complete എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് completed. ഓക്കെ, അമൃത പ്രച്ചി Yes, sir. പറഞ്ഞോളൂ അമൃത. Last week I attended the term exam. Yes, very good. Last week I attended the term exam. Yes, okay. അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് പറഞ്ഞാലും കറക്റ്റ് ആണ്. നുസ്രത്തെ പറഞ്ഞോളൂ. I liked the song. I liked the song. Very good. രേഷ്മ. They went to market. Correct. They went to market. രേഷ്മ So പറഞ്ഞോളൂ. yesterday my son studied for his exam. Yes, yesterday my son studied For his exam. for his exam. Very good. Okay. Gada. Yes, sir. പറയൂ. I missed my college. Yes, very good. Ask me. Yesterday I went to marriage function. Yesterday I went to marriage function. ജ്യോതിക്കൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് പ്രശ്നമുണ്ടോ? ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല. ജ്യോതി അല്ലേ? അപ്പൊ ജ്യോതി അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ജ്യോതി ഒന്ന് അങ്ങോട്ടും കണക്കൊന്ന് നീങ്ങി നോക്കി, ഒന്നുകൂടി ഒന്ന് ഓണാക്കി ഓഫാക്കി നോക്കി കേട്ടോ. ജസ്ന പറയുന്നു. ജസ്ന ജോണി. ഹലോ സാർ. ഇപ്പൊ കേൾക്കാമോ? സാർ, ആരും പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ 2-3 വട്ടം കട്ടാക്കി പിന്നെയും റീജോയിൻ ചെയ്തു, എന്നിട്ടും കേൾക്കാൻ പറ്റുന്നില്ല. നെറ്റ് ഉണ്ടോ? നെറ്റുണ്ട്. കേൾക്കാൻ പറ്റുന്നത്. ഞാൻ ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് നോക്കട്ടെ. നോക്കട്ടെ. യെസ്, ഐശ്വര്യൊക്കെ പറയും. I ate mango yesterday. I read a newspaper in the morning. Yes. I cut the vegetables yesterday. Yes. Very good, Aishwarya. Correct. Salma. I meet a childhood friend in yesterday. Yes. Suramya. Yes, sir. My son and daughter yesterday fever. Correct, sir? Yes. My son and daughter was fever yesterday. Was very good. Yes, Okay, sir. Yes.
അപ്പൊ ഈസ അമാറിന്റെ പാസൻസ് ആണ് വാസു വേറെ. ഷഫീറ. I went to marriage. Yes, I went to marriage yesterday. Ashwati. Yes, Jyothalakshmi. Lokama Jyothalakshmi. Yes. അപ്പൊ മനസ്സിലായല്ലോ, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ്. ഇനി മൂന്നാമത്തെ ഒരു സംശയം ചോദിച്ചോട്ടെ, yesterday I cooked chicken curry, അത് തെറ്റുണ്ടോ? yesterday I cooked chicken curry. ഒരു തെറ്റില്ല. കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുക്ക്ഡ്. യെസ്. ഇനി നമ്മൾ അടുത്ത ടെൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. അടുത്ത ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഹെഡിങ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എസ് പ്ലസ് വിൽ ഓർ ഷാൽ. ഒന്നുകിൽ വില്ല് എഴുതാം അല്ലെങ്കിൽ ഷാൽ എഴുതാം. വില്ല് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഷാൽ ഇടാം. വിൽ ഓർ ഷാൽ പ്ലസ് വെർബ് വി പ്ലസ് വെർബ് എന്ന് പറഞ്ഞാൽ വി എഴുതുക. ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ്. ഓക്കെ, സബ്ജക്റ്റ് എഴുതി അത് കഴിഞ്ഞതിന് ശേഷം വില്ലോ ഷാലോ ഏതെങ്കിലും ഉപയോഗിച്ച് അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് എഴുതി കഴിഞ്ഞാൽ അത് ഭാവി കാലത്തെ കുറിച്ച് സൂചിപ്പിക്കും. യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചു ഇപ്പൊ നടക്കുന്ന എല്ലാവരും വിചാരിക്കും. പക്ഷേ ആ വീടിന്റെ മുന്നിൽ വില്ലോ ഷാലോ വന്നാൽ അത് ഭാവി കാലമായിട്ട് മാറും. ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, ഐ ഷാൽ കണ്ടിന്യൂ മൈ മോണ്ടിസോറി ക്ലാസ്. ഞാൻ എൻ്റെ മോണ്ടിസോറി ക്ലാസ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. യെസ്. ടുമാറോ ഐ വിൽ വിസിറ്റ് മൈ ഫ്രണ്ട്സ് ഹൗസ്. നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് സന്ദർശിക്കും. യെസ്. അടുത്ത് നമുക്ക് പറയാം, ഐ വിൽ റൈറ്റ് എ ലെറ്റർ ടു യു. നിങ്ങൾക്ക് ഞാനൊരു കത്തെഴുതും. യെസ്. ഐ വിൽ പാസ് മോണ്ടിസോറി കോഴ്സ് വിത്ത് ഹൈയസ്റ്റ് മാർക്ക്. ഉയർന്ന മാർക്കോടുകൂടി ഞാൻ മോണ്ടിസോറി ക്ലാസ് പാസ്സാകും. സർ, ഞാൻ നേരത്തെ ഒരു സംശയം ചോദിക്കട്ടെ? സുരമ്യ പറഞ്ഞ പോലെ ഐ കുക്ക്ഡ് യെസ്റ്റർഡേ ഐ കുക്ക്ഡ് ചിക്കൻ കറി എന്നുള്ളത് യെസ്റ്റർഡേ ഐ കുക്ക് ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആവും. യെസ്റ്റർഡേ എന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ കാരണം അത് ചെറിയൊരു മിസ്റ്റേക്ക് വരും. കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അത് പതിവിനെ സൂചിപ്പിക്കുന്നതാണ്. ആ യെസ്റ്റർഡേ ഇല്ലാതെ അത് പറഞ്ഞ കറക്റ്റാണ്. ഐ കുക്ക് ചിക്കൻ കറി, അത് കറക്റ്റ്. അപ്പൊ ആ യെസ്റ്റർഡേക്കാണ് പ്രശ്നം അല്ലേ? യെസ്റ്റർഡേ ഇല്ലാതെ ഐ കുക്ക് ചിക്കൻ കറി എന്ന് പറഞ്ഞ പ്രശ്നമില്ല. യെസ്റ്റർഡേ ഐ കുക്ക്ഡ് വേണം അല്ലേ? യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയില്ലേ, അപ്പൊ പാസ്റ്റ്. യെസ്റ്റർഡേ ഇല്ലെങ്കിൽ കറക്റ്റ് ആണ്. ഐ കുക്ക് ചിക്കൻ കറി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പതിവായിട്ട് റീജ ചിക്കൻ കറി കുക്ക് ചെയ്യാനുള്ളതാണ്. ചിക്കൻ കറി ഉണ്ടാക്കുന്നത് റീജയുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഹാബിറ്റിന്റെ ഭാഗമാണ്. നേരെ മറിച്ച് യെസ്റ്റർഡേ കുക്കർക്ക് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ചിക്കൻ കറി ഒന്നും വെക്കാറില്ല, പക്ഷെ ഇന്നലെ ഞാൻ ചിക്കൻ കറി വെച്ചു. സ്ഥിരമായിട്ട് ഞാൻ വെക്കാറില്ല, പക്ഷെ ഇന്നലെ ഞാൻ വെച്ചു. യെസ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു. സ്ഥിരം കാണാറില്ല, ഇന്നലെ കണ്ടു. ഐ മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ആ മെറ്റ് എന്നുള്ളതിന് പകരം മീറ്റ് എന്നാണ് ചോദിക്കും. ഐ മീറ്റ് മൈ ഫ്രണ്ട്. അപ്പൊ യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റില്ല, ഡെയിലി എന്ന് പറഞ്ഞു. ഞാൻ ദിവസവും എൻ്റെ കൂട്ടുകാരനെ കാണാറുണ്ട്, അല്ല മീറ്റ്. ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ലല്ലെങ്കിൽ ഷാല് കഴിഞ്ഞ് പിന്നെ വെർബ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഫ്യൂച്ചറിന്റെ അർത്ഥം കിട്ടും, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ ഇവിടെ ഞാൻ വില്ലോ ഷാലോ പറഞ്ഞിട്ടുണ്ട്. ഈ ഷാല് രണ്ട് സബ്ജക്റ്റിനെ കൂടി ഉപയോഗിച്ചാൽ മതി. ഒന്ന് ഐ സബ്ജക്റ്റ് ആകുമ്പോൾ ഐ ഷാൽ എന്ന് പറയാം, ഐ വിൽ എന്നും പറയാട്ടോ. പിന്നെ വി, ഐയുടെ പ്ലൂരൽ, ഞാൻ എന്നുള്ളതിന്റെ പ്ലൂരൽ എന്താണ്? ഞങ്ങൾ. ഐയുടെ കൂടെയും വിയുടെ കൂടെയും എന്ത് ഉപയോഗിച്ചാൽ മതി? ഷാൽ ഉപയോഗിച്ചാൽ മതി. ഐയുടെ കൂടെയും വിയുടെ കൂടെയും വില്ലും ഉപയോഗിക്കാം, പക്ഷെ ഷാൽ ഉപയോഗിക്കുമ്പോൾ ഐയുടെ കൂടെയും
വിയുടെ കൂടെ ഉപയോഗിച്ചാൽ മതി. അത് ഓർത്തിരിക്കാനായിട്ടൊരു എളുപ്പമുണ്ട്. ഈ വോളിബോളൊക്കെ കളിക്കുമ്പോഴേ ആ പന്ത് കിടാൻ നെറ്റിന്റെ മുകളിൽ കൂടി വരുമ്പോൾ രണ്ടുപേര് അതിന്റെ അകത്ത് ആ പന്ത് എടുക്കാൻ ചെല്ലുമ്പോൾ അവരുമായി ഐഷാൽ എന്ന് പറയുന്നതാണ്. അപ്പൊ മറ്റേളും മാറിക്കൊടുക്കും. രണ്ടുപേരും കൂടി ശ്രമിച്ച് ആർക്കും പന്ത് കിട്ടും. ഐ ഷാൽ ടേക്ക് ദ ബോൾ എന്നാണ് മുഴുവൻ. പക്ഷെ അത്രയും പറയാൻ നേരം കിട്ടൂല. ഐ ഷാൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ കുറച്ചു പേരെ അവിടെ നിൽപ്പുണ്ട്. ഇത് ആര് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറയുന്നത് ഐ ഷാൽ ഡു ദാറ്റ്. ഞാനത് ചെയ്തോളാം. ഐ ഷാൽ മീൻസ് ഓക്കെ, ഞാൻ ഏറ്റു. ഐ ഷാൽ ഓക്കെ. ഐ എന്നുള്ളതിന്റെ പ്ലൂറലിന്റെ കൂടെയും വി എന്ന് പറയും ഷാൽ ഉപയോഗിക്കും. ഓക്കെ, തൽക്കാലം അത് മനസ്സിലാക്കി വെച്ചാൽ മതി. സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ലോ ഷാലോ കഴിഞ്ഞ് വെർബിന്റെ പ്രസന്റൻസ് ഉപയോഗിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? അത് ഫ്യൂച്ചർ, ഭാവിയെ സംബന്ധിക്കുന്ന കാര്യം പറ്റുമ്പോൾ ഐ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. ഞാൻ ഒരു കപ്പ് ചായ കുടിക്കും. കുടിച്ചു എന്നല്ല, കുടിക്കും. യെസ്, അയാൾ കുടിക്കാറുണ്ടെന്നല്ല. യെസ്. ഓക്കെ ജെറുഷ, ഐ വിൽ സ്റ്റഡി ഫോർ മൈ എക്സാമിനേഷൻസ്. ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? പഠിക്കും. ഐ വിൽ സ്റ്റഡി ഫോർ മൈ എക്സാമിനേഷൻസ്. ചോദിച്ചോളൂ. ഐ വിൽ സ്റ്റഡി ഫോർ മൈ എക്സാമിനേഷന് പകരം ഐ ഷാൽ സ്റ്റഡി മൈ എക്സാമിനേഷൻ അങ്ങനെ പറഞ്ഞൂടെ? പറയാം. യെസ്, ഐ ഷാൽ സ്റ്റഡി ഫോർ മൈ എക്സാമിനേഷൻ. യെസ്, ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ഭാവിയിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാലോചിക്കും. എന്റെ വില്ലോ ഷാലോ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ വിൽ സെക്യൂർ എ പെർമനന്റ് ജോബ്. ഒരു ജോലി ഞാൻ ഉറപ്പാക്കും. ഐ ഷാൽ സെക്യൂർ എ ജോബ്. അല്ലെങ്കിൽ ഐ വിൽ ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. സാമ്പത്തികമായിട്ട് ഞാൻ സ്വതന്ത്രയാകും. യെസ്. ഐ വിൽ വിസിറ്റ് മൈ അങ്കിൾസ് ഹോം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയിൽ ഞാൻ അങ്കിളുടെ വീട്ടിൽ പോകും. എന്തെങ്കിലും ഒരു കാര്യം ഭാവിയിലെ ചെയ്യാൻ പാടുള്ളൂ. യെസ്. ഇനി ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. യെസ്. അപ്പോൾ ഭാവിയിൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വിൽ അല്ലെങ്കിൽ ഷാല് ഉപയോഗിച്ചിട്ട് വെർബിന്റെ പ്രസന്റൻസ് പറയുന്നത്. ഓക്കെ, ദേവേശ്വർ പറഞ്ഞോളൂ. I will want PSC exam. I will Want PSC exam. I will എന്ന് ഉപയോഗിച്ച വാക്ക് ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞേ. Want ആ സാർ, want എന്നാ പറയുന്നത്. Want WONT. WONT. I will want PSC exam. യെസ്. എന്താണ് ദേവേശ്വർ ഉദ്ദേശിച്ചത് മലയാളത്തിൽ? PSC എക്സാം എഴുതുന്നുണ്ട്, അതായത് കിട്ടും നേടും എന്നുള്ള അർത്ഥാണ് ചിന്തിച്ചത്. ഓക്കെ. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. വോണ്ട് എന്ന് പറയുന്ന പേര് വിൽ നോട്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് വോണ്ട്. കിട്ടില്ലയോ? വോണ്ട് എന്ന് പറയുന്നതും വിൽ നോട്ട് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ അവിടെ വില്ലും വന്ന് പിന്നെ വോണ്ടും രണ്ടെണ്ണമായി. എക്സാമ്പിൾ പറയാം. ഞാൻ പറയാം. ഐ വിൽ നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ. ഞാൻ മദ്യം കുടിക്കും. ഐ വിൽ നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ. ആ വിൽ നോട്ട് എന്നുള്ളതിന് പകരം വോണ്ട് എന്ന് എഴുതിയാലും ശരിയാണ്. വിൽ നോട്ട് എന്നുള്ളതിന്റെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന വേർഡ് വോണ്ട് ആണ്. ഐ വോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ. ഞാൻ ആൽക്കഹോൾ കുടിക്കില്ല. യെസ്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. ഓക്കെ, ഇനി വേറെ ഒരെണ്ണം പറഞ്ഞു ദേവേശം. I will prepare lunch. I will prepare lunch. Correct. I will prepare lunch. I shall prepare lunch. Sudhi പറയൂ. I will protect my parents in their old age. Oh, very good. I will protect my parents in their old age. Their കൂടി ചേർത്ത ഓക്കെ, അവരുടെ ഓൾഡ് ഏജിൽ ഞാൻ അവരെ സംരക്ഷിക്കും. ഓക്കെ, സുധി, വെരി ഗുഡ്. ജെറുഷ Yes, sir. പറഞ്ഞോളൂ. I will become a successful person. Oh, very good. Let I shall travel.
സർ പറഞ്ഞോട്ടെ? പറഞ്ഞു. Okay. I shall travel to many countries. Okay. Yes. മൂന്നാമത്തെ, I shall build a happy and peaceful life. Yes. Fourth, I will help people in need. Yes, in their need. Okay. Yes. And fifth one, I shall take care of my family. Yes. സർ കഴിഞ്ഞു. Okay, very good, ജെറൂഷ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞെല്ലാം കറക്റ്റാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ജെറൂഷയ്ക്ക് ആശംസകൾ നേരുകയാണ്. റഷീദ പറഞ്ഞോളൂ. റഷീദ ഫാത്തിമ. റഷീദ സർ പറയട്ടെ? പറഞ്ഞോളൂ. I will complete my TTC. I will complete my Montessori course. അതല്ല ഉദ്ദേശിച്ചത്? അതെ. ഓക്കെ. TTC എന്നുള്ള ഒരു മോണ്ടിസോറി. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്. അടുത്ത റീജ പറയൂ. റീജയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. പറഞ്ഞോളൂ. ഇല്ല സർ, ഞാനേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതില് നമ്മൾ പറയില്ലേ, ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് ടീ? എനിക്ക് അത് ഫസ്റ്റ് വന്നേ, പക്ഷെ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. പക്ഷെ ഷാല് ഫസ്റ്റ് കയറി വരുന്നുണ്ട്. അതാണ് ഈ വായന പോകും. കുഴപ്പമില്ല, പറഞ്ഞു. ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമേ ഉള്ളത്. ഞാൻ ഇതിന്റെ അകത്ത് പോസിറ്റീവ് വാചകങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ നെഗറ്റീവ് ഉണ്ട്, പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് ടീ? നമുക്കൊരു കപ്പ് ചായ കുടിച്ചാലോ? കേട്ടോ, അത് ഇടയ്ക്ക് വരുന്ന വാക്കാണ്, പക്ഷെ അത് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കുഴപ്പമില്ല. അതിന് പിന്നെ ഷാല് കഴിഞ്ഞിട്ട് ഷാൽ വി ഹാവ്. ഹാവ് എന്ന് പറഞ്ഞ പ്രസൻസ് ആണ്. അതിന്റെ പ്രസൻസ് ആണ് ഹാഡ്. ഷാൽ വി ഹാവ്. ഓക്കെ, കറക്റ്റ് ആണ്. ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് ടീ ചോദ്യമായിട്ട് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ ചോദ്യമായിട്ട് മാത്രമേ ഉള്ളൂ. I will make biryani. I will make biryani. Yes. I will just very neat. I will dress very neatly. Okay. Very good. Yes. Amrita. I will make my kids as good human beings. Very good. I will make my kids good human beings. My mom will come tomorrow. Correct. He will complete the work. We Yes. shall visit the place. Yes. I will not imitate anyone. Yes. That's all, sir. Very good. Amrita. Very good. Nusrat. Yes. Reshma. I will take care of him. Very good. We shall protect the legacy. Yes. I will be there on time. Very good. He will attend the meeting. Yes. They will take him to the hospital. Yes. Very good. Very good. Okay. Medical Reshma. Yes. Gada. Yes. ഞാൻ പറയാം. പറഞ്ഞോ. Nusrat പറഞ്ഞോ. I will go to Delhi. Neighbor's house. Okay. Yes, sir. പിന്നെ പറഞ്ഞോളാം. യെസ്. ഓക്കെ. യാസ്മി പറയും. ഗാഥ പറയൂ. I will go to the party tomorrow. I will go to party tomorrow. കറക്റ്റ് ആണ്. യെസ്റ്റർഡേ എന്ന് പറയുന്നത് tomorrow. I will call you tomorrow. I will call you tomorrow. Okay. Okay. Ask me. I shall continue my driving class. I shall continue my driving class. I will write a letter to my friend. Correct. I will write a letter to my friend. I will protect my son to strangers. Yes, I will protect my son from strangers. Okay.
Okay, sir. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഞാൻ അടുത്തിലോട്ട് പോകുമ്പോൾ ഞാൻ ജസ്റ്റിനൊക്കെ വിളിക്കാം. അപ്പൊ നമ്മളിവിടെ ഞാൻ പറയാം ജസ്റ്റിന. ഞാനിപ്പോ പറഞ്ഞത് 3 ടെൻസുകളെ കുറിച്ച് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ്. 3 ടെൻസ്. ആ 3 ടെൻസിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ്, വെർബിന്റെ പ്രസന്റ് ടെൻസ് അത് സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ് അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ് അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇത്രയും വരെ നമ്മൾ പറയും. ഇനി നമ്മൾ അടുത്ത ഇതിലോട്ട് കിടക്കുകയാണ്. അടുത്തിലോട്ട് കിടക്കുന്നത് ഹെഡിങ് എഴുതിയ പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് CONTINUOUS പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് പ്രസന്റ്, പ്രസന്റില് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് പറയാം, എനിക്ക് പറയാം ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ് സബ്ജക്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം വി ആർ അറ്റൻഡിങ് ജോബ്സ് ആസ് ക്ലാസ്. ഞാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ലൈവായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതിലൊരു മലയാളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരികയാകുന്നു അല്ല, അവിടെ നിന്ന് നടന്നു വരും അവൾ. ആ അവളെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അവൾ വരികയാകുന്നു. യെസ്. അപ്പൊ നിങ്ങളത് മലയാളം എഴുതി അവൾ വരികയാകുന്നു. മലയാളം എഴുതി. ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതാണ്. അവൾ വരികയാകുന്നു. ആ വരികയാകുന്നു എന്നുള്ളത് ഞാനൊന്ന് പിരിക്കും. വരികയാകുന്നു എന്നുള്ളത് നമുക്കൊന്ന് പിരിച്ചെഴുതുമ്പോ വരിക പ്ലസ് ആകുന്നു അല്ലെ? വരിക പ്ലസ് ആകുന്നു, അതാണ് വരികയാകുന്നു അല്ലെ? അപ്പൊ അതിനടിയിൽ പിരിച്ചിട്ടെഴുതി വരിക പ്ലസ് ആകുന്നു. യെസ്. ഈ ആകുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷില് 3 വേർഡുണ്ട്. സൈപ്പ് 3 വേർഡ് കൊണ്ടുവച്ചു ആകുന്നു. ഒന്ന് ഈസാണ്, അടുത്തത് ആമാണ്, അടുത്തത് ആറാണ്. 3ന്റെയും അർത്ഥം എന്താണ്? ആകുന്നു. സബ്ജക്റ്റ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഓക്കെ ജനുഷ, സബ്ജക്റ്റ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഈസ് ചേർക്കാം, ആം ചേർക്കാം, ആറ് ചേർക്കാം. അപ്പൊ ആകുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ 3 വേർഡുണ്ട്. ഒന്ന് ഈസ്, ഒന്ന് ആം, ഒന്ന് ആറ്. അപ്പൊ ഈസിന്റെ നേരെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതുക. ഈസ് ഇതിന്റെ കൂടെയൊക്കെ വരും. ഹി ഈസ്, HE, ഹി വന്നു കഴിഞ്ഞാൽ ഈസ് വരും. ഹി ഈസ്, ഷീ ഈസ്, ഷീ SHE, ഷീ കഴിഞ്ഞാൽ ഈസ് വരും. പിന്നെ സിംഗുലർ ഒരെണ്ണമുള്ളത് ബോയ്, അപ്പൊ ഈസ് വരും. ബോയ്സ് ആണെങ്കിൽ വരും. ഗേൾ ഈസ് വരും. ഗേൾസ് ആണെങ്കിൽ വരും. സിംഗുലർ. സർ, പറയൂ. ഒരു ഡൗട്ട്. സർ ഇപ്പം പറഞ്ഞതുപോലെ പറയത്തില്ലേ സർ? ഇറ്റ് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞ സിംഗുലറാണ്. ഒരു സാധനം ഇവിടെ ഇരിക്കുന്നു. ഇത് എന്ന് പറയുമ്പോൾ ഒരെണ്ണമുള്ളൂ, അപ്പൊ സിംഗുലറാണ്. ഓക്കെ, ഇറ്റ് ഈസ് കറക്റ്റ് ആണ്. യെസ്. ഇനി അടുത്തത് ഈസ് കഴിഞ്ഞാൽ അതിന്റെ ആമില്ലേ, ആമിന്റെ നേരെ ആരോ മാർക്ക് ഇട്ടിട്ട് ഐ. ഐയുടെ കൂടെ മാത്രമേ എന്ത് വരുള്ളൂ? ആം വരുള്ളൂ. ഐയുടെ കൂടെ മാത്രമേ ആം വരുള്ളൂ. യെസ്. ഇതിൽ പെടാത്ത എല്ലാത്തിൻ്റെ കൂടെ ആറാണ്. എന്നാലും നമുക്കൊന്ന് എഴുതിയേക്കാം. 6 ഒരു ആരോ മാർക്ക് ഇട്ട് എഴുതിക്കും. ദേ ആർ, THEY, ദേ കോമ, വി WE, വി കോമ, യു കോമ YOU, യു കോമ, പ്ലൂരൽ ബഹുവചനം PLURAL, ഒന്നിൽ കൂടുതലാണെങ്കിൽ ബോയ്സ്, ബോയ്സ് ആർ. ഒരു ബോയോടെങ്കിൽ ഈസ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആർ. പ്ലൂരൽ. കിട്ടിയല്ലേ? അപ്പൊ ആകുന്നു എന്നുള്ള വേർഡിന് ഇംഗ്ലീഷില് 3 വാക്കുണ്ട്. ഈസ്, ആമ്, ആർ. അത് സബ്ജക്റ്റ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ ഈസ് ഉപയോഗിക്കുക, ആം ഉപയോഗിക്കുന്ന സ്ഥലത്ത് ആം ഉപയോഗിക്കുക, ആർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ആർ ഉപയോഗിക്കുക. ഓക്കെ. അപ്പോ ഇനി ഞാൻ ജസ്റ്റിനോട് ചോദിക്കും. ജസ്റ്റിന,
ജസ്റ്റ് ഞാൻ വിളിക്കാം. അതിന് മുമ്പ് ഒരു വാചകം അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. എസ് പ്ലസ് ഇതിന്റെ സ്ട്രക്ചറും എഴുതിയില്ല. എസ് പ്ലസ് ഈസ് ഒരു സ്ലാഷ് ആം ഒരു സ്ലാഷ് ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്ന് അർത്ഥം കേട്ടോ. മൂന്ന് കൂടി കഴിക്കരുത്. ഏതെങ്കിലും അർത്ഥം. ഈസ് ആം ആർ. ഈസ് ആം ആർ. പിന്നെ വെർബ് വി പ്ലസ് ing. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയേ, സബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, പിന്നെ വെർബ് എഴുതി, ആ വെർബിന്റെ കൂടെ ഒരു ing കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂസ് എന്ന് വരുന്ന എല്ലാത്തിൻ്റെ കൂടെ ing ഉണ്ടാവും. യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രസന്റിലെ കണ്ടിന്യൂസ് അല്ല, പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് പ്ലസ് ing. ഐശ്വര്യൊക്കെ സംശയം ചോദിച്ചോളൂ. അതിന് മുമ്പൊക്കെ ഞാൻ ഓരോ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറൊക്കെ എഴുതിയപ്പോ വെർബ് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ടെൻസ് എഴുതിയായിരുന്നു. ഇവിടെ ഞാൻ വെർബ് എഴുതി കഴിഞ്ഞതിന് ശേഷം ടെൻസ് എഴുതിയത്. അപ്പൊ ഏത് ടെൻസ് അവിടെ വരാം? ing വരുമ്പോ ടെൻസ് വരില്ല, പ്രസന്റ് ടെൻസിൽ തന്നെ എഴുതാം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ing എപ്പോഴും എന്തിന്റെ കൂടെ വരുള്ളൂ? പ്രസന്റ് ടെൻസിന്റെ കൂടെ വരുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഹി ഈസ് ലുക്കിംഗ് എന്ന് പറയും, ഹി ഈസ് ലുക്കിഡിങ് എന്ന് പറയും. അപ്പൊ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ടെൻസ് പറയേണ്ടത്. ing എപ്പോഴും ഇത് ഹി ഈസ് ഗോയിങ് എന്ന് പറയും, ഹി ഈസ് വെൻഡിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഗോയിങ് എന്ന് പറയും. യെസ്, ing എപ്പോഴും പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബിനെ കൂടി വരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ സർ, നമ്മളില്ലേ അവൾ വരികയായിരുന്നു എന്ന് നമ്മളങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. അവൾ വരുന്നു അത്രയല്ലേ പറയുള്ളൂ. അപ്പൊ അതെങ്ങനെയാ അങ്ങനെയായി വരുന്നേ? ഷീസ് കമ്മിങ് അത്രയല്ലേ ഉള്ളൂ. അവൾ വരുന്നു. അതായത് ഇത് നമ്മൾ മലയാളത്തിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. കാരണം ഇനി തൊട്ടപ്പുറത്ത് നമ്മളൊരു ആയിരുന്നു പഠിക്കാനുണ്ട്. കറക്റ്റ്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. റീജിയനോട് ഞാൻ പറയാൻ ചെന്നിട്ട് അമൃതനെ വെച്ചിട്ട് വരാൻ പറയാം. അപ്പൊ റീജ് അമൃതനെ വിളിക്കാൻ പോയി. അപ്പൊ അമൃതനോട് പറഞ്ഞു, അമൃതൻ അവിടെ പോലെയാണ്. റീജൻ മുന്നേ വരുന്നു, അമൃത പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അമൃതനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ റീജിയനോട് ചോദിക്കുന്നു, വേർ ഈസ് അമൃത? റീജിയൻ എന്ന് മറുപടി പറയും, ഇതാ വരുന്നുണ്ട്. റീജിയൊക്കെ അറിയാൻ വരുന്നുണ്ടെന്ന്, ഞാൻ കണ്ടിട്ടില്ലെന്നുള്ളൂ. ഓക്കെ, അതാ പറയുള്ളൂ. ഓക്കെ സർ. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഇനി നോക്കാം. ഐശ്വര്യ പറഞ്ഞ ജസ്റ്റ് ജോണി. ഓക്കെ, പ്രശ്നം കഴിഞ്ഞു. ഐശ്വര്യ, അപ്പൊ ഐശ്വര്യ ഒരു ഈസ് വെച്ച് വരുന്ന സെന്റൻസ് കൊണ്ട് പറഞ്ഞു. ഒരു പ്രസന്റ് കണ്ടിന്യൂസ് വാചകം പറഞ്ഞു. ഈസ് വരുന്നു. She is writing. Okay, she is writing. Okay, okay. Salma Naushad. Sir. Okay, ആറ് വെച്ച് വരുന്ന ഒരു പ്രസന്റ് കണ്ടിന്യൂസ് വാചകം പറഞ്ഞു. They are playing football. Football. Okay. Shafira, am വെച്ച് വരുന്ന ഒരു വാചകം പറഞ്ഞു. I am studying English. I am studying English. Okay. ഫസീല, ഇഷ്ടമുള്ളത് പറഞ്ഞു. I am learning English. I am learning English. ജ്യോതിലക്ഷ്മി, I am reading book. ഞാൻ കളയും. ജ്യോതിലക്ഷ്മി, വേറൊന്ന് മാറ്റി പിടിക്കും. രണ്ടെണ്ണം അതിൽ പറഞ്ഞു. വേറെ പറ. സബ്ജക്റ്റ് ഒന്ന് മാറ്റി, അയ്യുന്നത് മാറ്റ്, ഷീനാക്ക്. She is കറക്റ്റ് ആയാലോ? പറഞ്ഞപ്പോഴേ ഷീ ഈസ് reading a book. റീഡിങ് എ ബുക്ക്. കറക്റ്റ്. ഓക്കെ, ദീപ പറഞ്ഞു. Sir, she is making lunch.
Okay, she is making lunch or cooking lunch. Suramya. Yes, sir. She പറഞ്ഞോളൂ. is walking. They are going to a trip. I am eating biryani. Oh, എന്റെ ദൈവമേ. Very good, very good, very good. അശ്വതി പറഞ്ഞോളൂ അശ്വതി. I am writing poem. Yes. Yes. My children are going to tour. Oh, very good. Yes, sir. Correct. Very good, very good. Okay. Very good, very good. Yes. മനസ്സിലായല്ലോ. ഇപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞു, പിന്നെ വെർബ്, പിന്നെ ഇഞ്ചി. യെസ്, ഷീ ഈസ് വാച്ചിങ് എ Sir, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ ഋഷിയോട് ഞാൻ വേറെ ചോദ്യം ചോദിക്കാൻ പോയിരുന്നു, പറഞ്ഞു. I am writing a letter. I am writing a letter. ശരിയാണ്. Second, my mother is cooking dinner. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ജയകൃഷ്ണ പറഞ്ഞോളൂ, ശ്രുതിനോട് ചോദിക്കാം. ശ്രുതി. ഓക്കെ, ഐ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആകുന്നു എന്നുള്ള അർത്ഥത്തിൽ ഏത് വാക്ക് വരും? സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് ഒരു ആമ്പ് ഒരു ആറ് വരും. അല്ലാണ്ട് വരൂല. ആം അല്ലാണ്ട് വേറെ ഒന്നും വരൂല. ഉറപ്പാണ്. ശരി, അപ്പൊ ഞാനൊരു മലയാള ഭാഷകം പറയാം, അതിനൊന്ന് ഇംഗ്ലീഷിലോട് പറയണം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എത്രാമത്തെ അക്ഷരമാണ് ഐ? കൈവരണമെന്ന് പഠിക്കാൻ നോക്കി. 9. പറഞ്ഞേ ഇംഗ്ലീഷ് ഐ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. I is the 9th letter in the alphabet. പറഞ്ഞ ഐ കഴിഞ്ഞാൽ ഈസ് വരില്ല, ആ മാത്രം വരുള്ളൂ തോന്നുന്നു. അയ്യല്ല, ഞാനല്ല ഉദ്ദേശിച്ചേ. അപ്പൊ നമുക്ക് ലെറ്റർ ഐ എന്ന് പറയാം. ഓക്കെ, അയിന്ന് പറയാടാ. ആ അയ്യെന്നുള്ള ഇൻവെർട്ടർ നമ്മൾ അകത്തിടണം. ഞാനെന്നുള്ള അർത്ഥത്തിലല്ല. ആ അയ്യെന്നുള്ള വേർഡ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഇറ്റ്സ് എ ലെറ്റർ. ഐ ഈസ് ദ 9th letter in English alphabet. ഐ ഈസ് ദ letter that comes after H. ഇതിന് ശേഷം വരുന്നതാണ്. ഇത് തമാശക്ക് പറഞ്ഞാണ്ട്. യെസ്, ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കണ്ട. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കാം. നിങ്ങൾ ഒരു സെന്റൻസ് പറയാം. ആ സെന്റൻസിൽ ബിക്കോസ് 3 ബിക്കോസ് വേണം. എത്ര ബിക്കോസ് വേണം? 3 ബിക്കോസ്. ഒരു സെന്റൻസ് നിങ്ങൾ പറയണം, ആ സെന്റൻസിൽ 3 ബിക്കോസ് വേണം. ഈ 3 ബിക്കോസും അടുത്തടുത്ത് വരാൻ വേണം. ആ സെന്റൻസിൽ അർത്ഥം ഉണ്ടാകുന്നുണ്ട്, വെറുതെ പറഞ്ഞാൽ പോരാ. ഈ 3 ബിക്കോസ് കോമയൊക്കെ ആയിക്കോട്ടെ, വേറെ വാക്കുകൾ പറയേണ്ടതാണ്. ഒരു മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ് അഡ്ജസ്റ്റന്റ്ലി, അടുത്തടുത്ത് വരും. 3 ബിക്കോസ് അടുത്തടുത്ത് വരുന്ന ഒരു വാചകം പറയാമോ? ഒരു സെന്റൻസ് ആണ്, അതിനകത്ത് 3 ബിക്കോസ് വേണം. 3 ബിക്കോസ് അടുത്തടുത്ത് വേണം. ആ വാചകം പറയുമ്പോൾ അതിന്റെ അർത്ഥം വേണം കേട്ടാ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന്റെ അർത്ഥമുള്ള വാചകം ഒരിക്കലും. സാർ ഒന്നുകൂടി പറയാവോ? ഒരു സെന്റൻസ് പറയും, ആ സെന്റൻസിൽ 3 ബിക്കോസോളം വേർഡ് വരും, 3 പ്രാവശ്യം വരും. ആ 3ഉം അടുത്തടുത്ത് വരും. യെസ്, ആർക്കെങ്കിലും ഇതൊക്കെ ചെറിയ പിള്ളേരൊക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് അവരൊന്നും ആളാവാം. യെസ്, അപ്പൊ അവര് കഴിയുമ്പോ ടീച്ചർ നമ്മൾ വിചാരിച്ച പോലെ ടീച്ചർ അടിപൊളിയാണ്. യെസ്, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കാം. സർ ക്ലൂ താ. ക്ലൂ വേണോ? ക്ലൂ താ സർ, ക്ലൂ. യെസ്, പാർട്സ് ഓഫ് സ്പീച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തരും. പാർട്സ് ഓഫ് സ്പീച്ചില് നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ് ഇങ്ങനെയൊക്കെ വരും.
യെസ്. അപ്പൊ ഞാൻ വിഷയത്തിലോട്ട് വരാം. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊരു സംഗതിയുണ്ട്. അതായത് noun, pronoun, adjective, verb, adverb, preposition, conjunction means conjunction. ഈ കൺജങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ കൺജങ്ഷൻ പറയാം. ആൻഡ്, ആൻഡ് അല്ലേ, രാമ ആൻഡ് സീത. യെസ്. അപ്പൊ ഇവിടെ ബിക്കോസ് എവിടെ ജെറൂഷായത്? ബിക്കോസ് ഉള്ള വാക്ക് വന്നില്ല. യെസ്. അപ്പോ അത് അപ്പൊ നമുക്ക് ആൻഡ് കൺജങ്ഷൻ ആണ്, ബട്ട് കൺജങ്ഷൻ ആണ്. He went there, but he did not get the food. അവൻ അവിടെ പോയി ഭക്ഷണം കിട്ടിയില്ല അല്ല. ബട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ഈ ബിക്കോസ് എന്ന് പറഞ്ഞത്. രണ്ട് വാചകങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ബിക്കോസ്. നമുക്ക് എക്സാമ്പിൾ പറയാം. I went there because my mother told me to go. ഞാൻ അവിടെ പോയി കാരണം എന്റെ അമ്മ എന്നോട് അങ്ങോട്ട് പോകാൻ. യെസ്. യെസ്. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് എന്താണ് ബിക്കോസ് എന്ന് പറയുന്നത്? കൺജങ്ഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ജെറൂഷ, ഞാൻ പറയുന്ന വാചകം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കറക്റ്റായി. 3 ബിക്കോസ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. 3 ബിക്കോസ് ഉപയോഗിച്ച് നമുക്കൊരു വാചകം ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. സാർ അത് കള്ളത്തരാണേ സാർ. ഞങ്ങൾ കഷ്ടപ്പെട്ട് വാക്കാലോചിച്ചുകൊണ്ടിരിക്കുക. സാർ ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ പറയണല്ലേ? എന്നാ ശരിക്കൊരു ക്ലൂ തന്നെ ഞങ്ങൾ തന്നെ പറയില്ലായിരുന്നു. യെസ്. ഓക്കെ ഓക്കെ പോട്ടെ, പറഞ്ഞോളൂ ശ്രീജ. 3 ബിക്കോസ് ഉപയോഗിച്ച് നമുക്കൊരു വാചകം we can't make a sentence with the use of 3 because. ഓക്കെ, ആ യൂസ് ഓഫ് നമ്മൾ അവിടെ നിന്ന് കളഞ്ഞിട്ട് എഡിറ്റ് ചെയ്തു. We cannot make a sentence with 3 because. Okay, കറക്റ്റായില്ലേ? കാരണം ബിക്കോസ് ഒരു കൺജങ്ഷൻ ആണ്. Because is a conjunction. സർ ശരിയാണ്. യെസ്. ഇനി ഒന്ന് സ്റ്റൈലായിട്ടൊന്ന് പറഞ്ഞു. We cannot use 3 because in a sentence because is a conjunction. Yes. We cannot make a sentence with 3 because is a conjunction. അപ്പൊ അർത്ഥമൊക്കെ കിട്ടിയല്ലോ. യെസ്. ഇത് എവിടെയെങ്കിലും ഒക്കെ വെച്ചോട്ടാ. ആദ്യ ദിവസം ചിലപ്പോ പിള്ളേർക്ക് എന്താ പറയാ ഈ ഓർക്കുന്നു ഇതൊക്കെ ആണെങ്കിൽ സംഗതി ഇട്ട് കൊടുക്കുക. അവരെയൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തേക്ക്. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഐ കഴിഞ്ഞു കഴിഞ്ഞാല് ഈസ് വരില്ല. അത് കറക്റ്റാണ്. ഞാനിതൊരു സുധിത ഒന്ന് മൂടാക്കാൻ വേണ്ടി പറഞ്ഞ. ഐ കഴിഞ്ഞാലേ ആമേ വരുള്ളൂ. അവിടെ ഐയുടെ അർത്ഥം ഞാൻ എന്ന അർത്ഥത്താണ്. യെസ്. വെരി ഗുഡ്. യെസ്. ഇനി ഇതിന്റെ തന്നെ ഒരു നെഗറ്റീവ് വാചകം നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഈസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആളുകൾ നോട്ട് ചേർത്താൽ മതി. അപ്പൊ അത് നെഗറ്റീവായി. നോക്കി, ഹി ഈസ് കമ്മിങ്, അവൻ വരികയാകുന്നു. ഹി ഈസ് നോട്ട് കമ്മിങ്, അവൻ വരികയാകുന്നില്ല. ഷീ ഈസ് നോട്ട് റീഡിങ്, അവൾ വായിക്കുകയാകുന്നില്ല. യു ആർ നോട്ട് ഒബ്സർവിങ് മീ, നിങ്ങൾ എന്നെ നിരീക്ഷിക്കുകയാകുന്നില്ല. ഐ ആം നോട്ട് ക്ലീനിങ് മൈ റൂം, ഞാൻ എന്റെ മുറി വൃത്തിയാക്കുകയാകുന്നില്ല. ആ നോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? അത് നെഗറ്റീവ് ആവും. അതെന്തായിട്ട് മാറുന്നു? ഒരു നെഗറ്റീവ് വാചകമായിട്ട് മാറും. നോട്ട് വരും. യെസ്. പുറത്തേക്ക് പറയാം. ഞാൻ ആളുകളുടെ പേര് ആരും പറയുന്നില്ല, ആർക്ക് വേണമെങ്കിലും പറയാം. ഒരു സെന്റൻസ്. ഓക്കെ, റഷീദ വിളിച്ചിട്ട് കിട്ടിയില്ല. ഐശ്വര്യ പറയും. നോട്ട് വെച്ചിട്ട് പറയും. ദേവേശ്വർ പറയും. ഐശ്വര്യ ദേവേശ്വർ പറഞ്ഞു മാറിപ്പോയി. സാർ ഒന്ന് ആലോചിക്കുവായിരുന്നേ. പറഞ്ഞാ പോലെ അവിടെ ഇത് നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടുമല്ലോ ഒരു ആൻസർ. ഞാൻ പറയാം സർ. പറഞ്ഞോളൂ അമൃത. ദേവേശ്വര ആലോചിച്ചോ? അമൃത വരുന്നുണ്ട്, പറഞ്ഞോളൂ. They are not kidding you. Yes, very good. The dog is not barking. Yes, correct. And I am not listening you. Yes. അത്രയോ സർ. Okay, very good, very good. Correct. Yes. Yes. കിട്ടിയ ദേവേശ്വർ?
Okay, Devesh. I will not pass the exam. Devesh ആലോചിച്ചോളൂ. ശ്രുതിയുടെ കയ്യിൽ കിട്ടി കാണുമല്ലോ ഒരു സംഗതി. പറഞ്ഞോളൂ ശ്രുതി. He is not playing with the mobile phone. He is not playing with the mobile phone. Correct. ഞാൻ പറയട്ടെ. ജെറൂഷലോട് വരാൻ അടുത്തത് പറഞ്ഞോളൂ. They did not cancel the match because of rain, but because the ground. അതെ ജെറൂഷ കട്ടായി പോയി, ഒന്നും കിട്ടിയില്ല, ഒന്നും പറ. They did not cancel the match because they did not ഉപയോഗിച്ചത്. did not ആണ് ഉപയോഗിച്ചത്. അതെ സർ. ഡിഡ് നോട്ട് വരുമ്പോ സിമ്പിൾ പാസ്റ്റിലോട്ട് പോയി. നമുക്ക് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം. എന്നാലാണ് പ്രസന്റ്. ഡിഡ് നോട്ട് ഉപയോഗിച്ച് എഴുതാം, പക്ഷെ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആവില്ല, സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ്. എക്സാമ്പിൾ പറയാം ഞാൻ എൻ്റെ അത്. നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസൻസ്. അപ്പൊ എന്ത് നോക്കും? ഐ വെന്റ്, ഞാൻ പോയി. ഐ സബ്ജക്റ്റ് ആണ്, വെന്റ് പാസൻസ് ആണ്, ഞാൻ പോയി. ഞാൻ പോയിട്ടില്ല എന്നാണെങ്കിലും ഐ ഡിഡ് നോട്ട് ഗോ. ഡിഡ് നോട്ട് വെന്റ് പറയുന്നില്ല. ഡിഡ് ഉള്ള വാചകത്തിന് പ്രസന്റൻസ് ഉപയോഗിക്കും. ഐ ഡിഡ് നോട്ട് ഗോ എന്നാ പറയാം. ഐ ഡിഡ് നോട്ട് ഗോ. ഐ ഡിഡ് നോട്ട് സ്റ്റഡി, ഞാൻ പഠിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ്, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് സീ യു, ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ഷീ ഡിഡ് നോട്ട് ലേൺ, അവൾ പഠിച്ചിട്ടില്ല. ഓക്കെ, പറഞ്ഞോളൂ. ഈസ് അല്ലെങ്കിൽ ആമലേക്ക് ആരും ഉപയോഗിച്ച് പറയും. ഷീ ഈസ് നോട്ട് ഫീലിംഗ് വെൽ. ഓക്കെ ഓക്കെ ജനോഷ കറക്റ്റ് ആണ്. ഷീ എന്നുള്ള സ്ഥലത്ത് ഐ എഴുതാൻ കറക്റ്റ് ആണ്. സാർ ഞാൻ പറയട്ടെ. I am not a teacher. You are not a student. ഓക്കെ ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസ് ആയില്ല. എന്തുകൊണ്ട് ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് ഐഎൻജി വന്നില്ല. സെന്റൻസ് കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്, കൃത്യമാണ്. അത് സിമ്പിൾ പ്രസന്റിലോട്ട് പോയി. യെസ്, നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ ഓക്കെ, ഒറ്റ മിനിറ്റ് സുരമയോട് പറയാം. റഷീദ, നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈസ് ആം ആറ് കഴിഞ്ഞതിന് ശേഷം റഷീദ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പേരാണ്. അതിനെ പറയുന്ന പേര് നൗൺ. ഐ ആം നോട്ട് എ ടീച്ചർ. യെസ്, കേട്ടാ, ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പേരാണ്. നേരെ അവിടെ ടീച്ചിങ് എന്നാണ് എഴുതിയിരുന്നെങ്കിൽ അപ്പൊ വെർബായി. ഐ ആം നോട്ട് എ ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയാകുന്നില്ല. മറ്റെന്താണ്? ഐ ആം നോട്ട് എ ടീച്ചർ, ഞാനൊരു ടീച്ചറല്ല എന്നാണ്. യെസ്, സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ ഈ ടെൻഷൻ എന്ന് മാത്രമാണ്. ഓക്കെ, ആസ്മി കറക്റ്റ് ആണ്. യെസ്, റീജ പറഞ്ഞു. I am not working. കറക്റ്റ് ആണ്. ഐ ആം നോട്ട്. ഞാൻ പറയട്ടെ സാർ. സാർ അപ്പൊ ഐ ആം നോട്ട് സ്ലീപ്പിംഗ് അങ്ങനെ വരില്ലേ? ഐ ആം നോട്ട് റീഡിങ് അതൊക്കെ വരില്ലേ? കറക്റ്റ് ആണ്. ഐ ആം നോട്ട് റീഡിങ്, ഐ ആം നോട്ട് സ്ലീപ്പിംഗ്. ഓക്കെ, സുരമ്യ പറഞ്ഞു. I am not making a biryani. I am not making biryani മതി. ഒരു ബിരിയാണി. Sorry sir. They are not walking today. Yes, correct. He is not coming my home. He is coming to my home. എന്റെ വീട്ടിലേക്ക്. sir. Yes, correct ആണ്. റീജ പറഞ്ഞോളൂ. I am not playing. I am not. They are not listening. We are not listening. We are not playing. Yes. We are not playing. We are not celebrating. Okay. We are not traveling. He is not singing. Okay, Asmi. സാർ ഞാൻ പറയട്ടെ. Yes, പറഞ്ഞോളൂ ജ്യോതി. പറഞ്ഞോളൂ ജ്യോതി. Hello. I am not eat non-veg. I am not eating non-veg. I individual. Yes. Okay, sir. She is not playing. She is not playback singer.
അത് സെന്റൻസ് കറക്റ്റ് ആണ്. ഷീ ഈസ് നോട്ട് എ ഫയർമാൻ സിംഗർ. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതിനകത്ത് ING ഉള്ള വീട് അവിടെ. ഓക്കെ സാർ. ഇല്ല, ING വന്നില്ല. വന്നില്ല. ഈ പക്ഷേ സെന്റൻസ് കറക്റ്റ് ആണ്. നേരത്തെ റഷീദ പറഞ്ഞില്ലേ അതേ സാധനമുള്ളത്. ഐ ആം നോട്ട് എ ടീച്ചർ എന്ന് പറഞ്ഞില്ലേ, സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ ഈ ടെൻഷനാണ് മാത്രമേ സെന്റൻസ് കറക്റ്റ്. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ING വരും. ഓക്കെ, പറഞ്ഞേ I will not be waiting for you. I will not be waiting for you. Yes. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കില്ല. യെസ്. ടെൻസ് വേറെയാണ്, അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വേറെ സംഗതിയിലോട്ട് പോയി. അത് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഓർമ്മോടി കഴിഞ്ഞിട്ട് പിന്നെ അതാണ് വരുന്നത്. ഓക്കെ സൽമ? യെസ്, സെന്റൻസ് കറക്റ്റാണ്. ഓക്കെ, അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സുമാറായിട്ടുള്ളത് എനിക്കറിയാം. ഞാൻ ഫിസിക്കലി ഒരു സുമാറില്ല. തൊണ്ടവേദനയും ഇതൊക്കെ. പിന്നെ ഞാൻ ഇന്ന് ക്ലാസ് പറയണ്ടല്ലോ എന്ന് ചോദിച്ചത് വന്നതാണ്. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്. 4 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റേഴ്സ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റേഴ്സ്, സബ്ജക്റ്റ് പ്ലസ് വില്ലല്ലെങ്കിൽ ഷാല വെർബിന്റെ പ്രസന്റേഴ്സ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ്. ഇത് കാണാതെ വന്നോട്ടെ നമ്മൾ മനസ്സിലായി സെന്റൻസ് കാണുമ്പോൾ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ നമുക്ക് ഇത് വെച്ചിട്ടാണുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ പറയും ഏതാ ടെൻഷൻ നോക്കിയ മക്കളെ, അപ്പൊ നിങ്ങൾ പറയാം സിമ്പിൾ പാസ്റ്റ്, അതിനെ ഇങ്ങോട്ട് മാറ്റണം. കണ്ടോ? അപ്പൊ അതിന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇന്ന ടെൻഷനാണ് വാചകം. അതിന് ഇങ്ങോട്ട് മാറ്റണം, ഇതാണെങ്കിൽ ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുള്ളൂ. അപ്പൊ അത് നമുക്ക് അദ്ദേഹത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒപ്പം തന്നെ അങ്ങനെ വരാം. 4 ടെൻഷനുള്ളൂ, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഒരു സംശയം ചോദിച്ചത് സാറേ, പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഈസ് എന്നൊക്കെ വരുന്നതെന്ന് പറഞ്ഞു സാർ പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ തന്നെ നോട്ട് ചേർത്ത് വരുന്നതും അതിൽ തന്നെ വരുന്നതല്ലേ? ഈ നോട്ട് ചേർത്ത് വരുന്നതും അതിന്റെ തന്നെയല്ലേ? സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയല്ലേ നോട്ട് ചേർത്ത് വരുന്നതും? ഇനി ആ സംഗതി ഉണ്ടല്ലോ, ആ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ആദ്യം പറയുമ്പോ ആ ചോദ്യവുമായിട്ട് മാറും. എക്സാമ്പിൾ പറയാം. ഷീ ഈസ് കമ്മിങ്, അവൾ വരികയാകുന്നു. ഷീ ഈസ് നോട്ട് കമ്മിങ്, അവൾ വരികയാകുന്നില്ല. അതിൽ ആ നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ആ ഈസ് എടുത്ത് ആദ്യം പറയുന്നത് ഈസ് ഷീ കമ്മിങ്, അവൾ വരികയാകുന്നോ ക്വസ്റ്റ്യനെ. 6 ഈസോ ആമോ എടുത്ത് ആദ്യം പറയുമ്പോൾ എന്തായിട്ട് മാറി, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മാറി. യെസ്. ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ. താങ്ക് യു സർ. Thank you, sir. ഓക്കെ ശരി. Thank you, sir. ഓക്കെ. Thank you, sir.